ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് വൻപയർ തോരനാണ്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, 2 സവാള, 5 പച്ചമുളക് എന്നിവയാണ്. ഒരു രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏകദേശം 1 മുറി തേങ്ങ ചിരകിയതാണ് ഇതിൽ ചേർക്കുന്നത്. നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന തേങ്ങയാണ്. തേങ്ങ എങ്ങനെയാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് മറ്റൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 ചുവന്ന മുളകും 2 സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള നന്നായി ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് നന്നായി ഇളക്കി മാറ്റി വെക്കാം. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കറിലെ എയർ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നമ്മുടെ പയർ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാള ഫ്രൈ ചെയ്തതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ വൻപയർ തോരന് റെഡി ആയിട്ടുണ്ട്.